കണ്ട വിഷ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ പൊന്നാനി കർമ്മ റോഡിൽ പൊന്നാനി ബസ്സിന്റെ വിഷ്വൽസ് ആണ് നമ്മൾ ഇത്ര നേരം കണ്ടത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇവിടുത്തെ കോർഡിനേറ്ററോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. സൈനിക ഹായ്, നമ്മളെ പൊന്നാനി ബസ് നല്ല തകൃതിയിലാണല്ലോ ഇവിടെ നടന്നുകൊണ്ട് ഉഷാറായിട്ട് പോകുന്നു. ഉഷാറാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്? ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 7-ന് നമ്മുടെ നഗരസഭയുടെ പിതാവ് ശ്രീ ശിവദാസ് ആറ്റുപുറമാണ് നമ്മുടെ ഈ ഫെസ്റ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്തത്. അത് തൊട്ട് ഇങ്ങോട്ട് വലിയ രീതിയിലുള്ള ഒരു ക്രൗഡ്, വലിയ രീതിയിലുള്ള ആളുകളാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പെരുന്നാളൊക്കെ ആയിട്ട് 2-3 ദിവസമായിട്ട് നമുക്ക് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും വന്നു കഴിഞ്ഞാൽ ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളെ ഫെസ്റ്റിൻ്റെ ഓരോ കാര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഹാരിസാണ് ഈ പെറ്റ്സ് അതുപോലെ അതെ ആക്വ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പെറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? ഇപ്പൊ ഇത് എന്ത് പാമ്പാ സംഭവം? ഇത് റോയൽ പൈത്തൺ, റോയൽ അമേരിക്കന്റെ റോയൽ പൈത്തൺ, റോയൽ പൈത്തൺ, പെരുമ്പാമ്പ്. അതെ. പിന്നെ ബാക്കി എന്തൊക്കെയാണ് ഇവിടെ? ഫിഷിന്റെ വെറൈറ്റി എല്ലാ ഐറ്റം ഫിഷുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തത്തയിലുള്ള ഗ്രേ പാരറ്റ്, മെക്കാവ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള റൈഡുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കുള്ള റൈഡും ഉണ്ട്. അത് പ്രത്യേകം പറയണം. കാരണം 26 തൊട്ടിന്റെ ഒരു ജോയിന്റ് വീല്, അതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൊന്നാനിയുടെ വലിയൊരു വ്യൂ നമുക്കതിനെ മൊത്തമായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ മരണക്കിണറിന്റെ ഷോ, അതെന്ന് പറഞ്ഞാൽ ഒരു സമയം തന്നെ 2 മോട്ടോർ ബൈക്കും മാരുതി കാറും വെച്ചിട്ടുള്ള വളരെ വലിയ രീതിയിലുള്ള ഒരു ഷോ ആണ് അവർ ഒരുക്കിയിട്ടുള്ളത്. കയറുന്നവരൊക്കെ നല്ല അഭിപ്രായമാണ്. അവർക്ക് ടിപ്സൊക്കെ കൊടുത്തിട്ടാണ് ആളുകൾ സന്തോഷമായിട്ട് ഇറങ്ങിപ്പോകുന്നത്. അതുപോലെ തന്നെ ഡ്രാഗൺ ട്രെയിന്, കൊളംബസ്, ബ്രേക്ക്, കുട്ടികൾക്കുള്ള ബൗൺസി, PP കാറ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അടിപൊളിയാണ്. ഒരു എന്താ പറയുക, ഒരു ഫുൾ ഫാമിലി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തികച്ചും എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോവാം. പൊന്നാനി ഫെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ഗ്യാരണ്ടിയാണ്. ഫുഡ് ഇഷ്ടം പോലെ അടിപൊളി ഫുഡുകൾ, വെറൈറ്റി ആയിട്ടുള്ള, പ്രത്യേകിച്ചും ഊട്ടി മുളക് ബജി ചില്ലി, അതുപോലെ കോളിഫ്ലവർ ചില്ലി തുടങ്ങിയ ഒട്ടനവധി ഫുഡ് ഐറ്റംസ് അത് വേറെ ഉണ്ട്. ഐസ്ക്രീം എല്ലാം. നിങ്ങൾ ഇതിനകത്തേക്ക് വന്നാൽ നിങ്ങൾ ഫുൾ ഹാപ്പിയായി ഇതൊക്കെ കണ്ട് ഈ റൈഡിലൊക്കെ ആസ്വദിച്ച് ഫുഡും കഴിച്ച് കുറച്ച് സമയം എൻജോയ് ചെയ്ത് പോവാന്നുള്ള കാര്യത്തിൽ ഉറപ്പ്. ബാക്കി വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് അവരുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതാണ് വേണ്ടത്. കാരണം ഇപ്പം വീഡിയോ കാണുന്ന ആളുകൾ മസ്റ്റ് ആയിട്ട് ഇവിടെ വരിക. അതെ, കണ്ടതിന് ശേഷം നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഈ വീഡിയോയ്ക്ക് അടിയിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം ഈ ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ നല്ലൊരു തിരക്ക് നമുക്ക് വന്നു കഴിഞ്ഞു. ആളുകൾ നല്ല രീതിയിൽ പൊന്നാനി ഫെസ്റ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനിയും ആളുകളെ നമ്മൾ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. നിങ്ങൾ വന്ന ഒരു കാര്യം ഉറപ്പാണ്, നിരാശരാവേണ്ടി വരില്ല, ഉറപ്പാണ്. എത്ര മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും? വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെയാണ് നമ്മൾ ഷോ എല്ലാ ദിവസവും ഓടുന്നത്. എല്ലാ ദിവസവും ഇപ്പം നമ്മൾ ഏകദേശം ഒരു ഏപ്രിൽ 30 വരെയാണ് നമ്മളിപ്പോൾ പ്രോഗ്രാം ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മളത് മെയിലേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്യും. കാരണം ആ രീതിയിലുള്ള തിരക്കാണ്. അത്രയും സമയം കൊണ്ട് ഇത്രയും ആളുകൾക്ക് കണ്ടു തീർക്കാൻ പറ്റൂല. കാരണം ജനങ്ങൾ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു. പറ്റാത്ത ആളുകൾ നിരാശപ്പെടേണ്ട, കുറച്ച് ദൂരം കൂടി അത് തീർച്ചയായിട്ടും അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ തുടങ്ങി കഴിഞ്ഞു. പൊന്നാനിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ജനബാഹുല്യം കൊണ്ട് വളരെ സജീവമായിട്ടാണ് നമ്മുടെ ഈ എക്സ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പൊന്നാനി നഗരസഭയിൽ പൊന്നാനിയിൽ നിന്നും വ്യത്യസ്തമായി പൊന്നാനി താലൂക്കിലെ അതുപോലെ തന്നെ ജില്ലയിലെ അതർ ജില്ലയിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഇന്നലെ ഇന്നുമായിട്ട് 5000-ത്തിലധികം ആളുകളാണ് എക്സ്പോയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പൊന്നാനിൽ ഇങ്ങനെയുള്ള ഒരു എക്സ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളി പരിപാടിയാണ്. സൂപ്പറായിരിക്കണം. സത്യത്തിൽ ഇവിടുന്ന് തിരിച്ചു പോകാൻ താല്പര്യം തോന്നുന്നില്ല. കുട്ടികൾക്ക് നമ്മുടെ കൂട്ടുകാർക്കൊന്നും ആർക്കും പോകാൻ താല്പര്യം കാണുന്നില്ല. അത്രയും ഉഗ്രനായി, അടിപൊളി, സൂപ്പർ. അടിച്ചു പൊളിക്കല്ലാണ്. ഇഷ്ടപ്പെട്ടു. സാറാണ് അടിച്ചു പൊളി. പൊന്നാനിയിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ആദ്യമായിട്ടാണ്. അടിപൊളി പരിപാടിയാണ്. എല്ലാവരും വരണോ, അത്രേ പറയാനുള്ളൂ. പൊന്നാനി ഫെസ്റ്റ് അടിപൊളി പരിപാടിയാണ്. ഏപ്രിൽ 7 തുടങ്ങിയതാണ് പൊന്നാനി ഫെസ്റ്റ്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കുറേ കാലത്തിന് ശേഷമാണ് വരുന്നത്. എല്ലാവരും എൻജോയ് ചെയ്യണം. അടിപൊളി പരിപാടിയാണ്, സൂപ്പർ പരിപാടിയാണ്. അതുമല്ല നീളവരപ്പാതയിലാണ് ഈ പരിപാടി വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ് നീളവരപ്പാത. അപ്പോൾ അത് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ പൊന്നാനി ഫെസ്റ്റും കണ്ടിട്ട് നല്ല അടിച്ചു പൊളിച്ച് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് പോവാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് നമ്മളെ പൊന്നാനി ഫെസ്റ്റിൽ വരിക. ഇവിടുത്തെ എല്ലാ പരിപാടികളും കാര്യങ്ങളൊക്കെ കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് ഉഷാറായിട്ട് രേഖപ്പെടുത്തുക. അത് നിങ്ങളുടെ എന്ത് അഭിപ്രായം നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ അത് ഉൾക്കൊള്ളും. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, പൊന്നാനി നിളയോര പാത, കർമ്മ റോഡ്.
അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം. നമുക്ക് മഹേഷിനെ നല്ലൊരു സപ്പോർട്ട് കൊടുക്കാം. നല്ലൊരു എന്താ പറയാ, നല്ലൊരു വ്യക്തി കൂടിയാണ് മഹേഷ്. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.